അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. എൻ്റെ വിശേഷം എല്ലാവരും ഹാപ്പിയാണെന്ന് വിചാരിക്കുന്ന പഠിച്ചു എല്ലാവിധ ആഫിയത്തും ആയുസ്സും ദീർഘായുസ്സും തന്ന് പഠിച്ചൊന്ന് അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ഇന്ന് ഞാൻ വൈകിട്ടത്തെ സ്നാക്കായിട്ട് സോയ ചില്ലി ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇതിനായിട്ട് ഞാൻ അളവൊന്നുമില്ല കേട്ടോ, കുറച്ച് വെള്ളം വെക്കുന്നുണ്ട്. അത് തിളക്കുമ്പോൾ അതിലോട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് സോയാം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു 5 മിനിറ്റാണ് ഇതൊന്ന് തിളക്കാൻ വെച്ച് കൊടുക്കുന്നത്. അത്രയും നേരം മതി, വെറും 5 മിനിറ്റ് കേട്ടോ. എന്നിട്ട് ഇതിൽ നിന്ന് വെള്ളം ഊറ്റിയിട്ട് നമ്മൾ തണുത്ത വെള്ളത്തിലോട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. ഇനി ഈ വെള്ളത്തിൽ നിന്ന് നല്ലോണം കൈ കൊണ്ട് ഇതുപോലെ ഇങ്ങനെ പിഴിഞ്ഞെടുത്തിട്ട് ഈ വെള്ളത്തിൽ നിന്ന് മാറ്റിയെടുത്തിട്ട് വേറൊരു ബൗളിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആ ബൗളിലോട്ട് നമ്മൾ 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ്, ഇനിയിപ്പോൾ ഞാൻ പെപ്പർ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ കുറച്ച് പെരി ഒരു ടേബിൾ സ്പൂണോളം പെരി പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും 1 ടേബിൾ സ്പൂൺ മൈദയും കൂടി ഇട്ടിട്ട് കോട്ടിങ് ആക്കാം. എല്ലാ സോയയിലും നല്ലോണം ക്രിസ്പിനെസ് വരാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഇങ്ങനെ കോട്ടിങ് ആക്കുന്നത് കേട്ടോ. എന്നിട്ട് ഒരു മീഡിയം ചൂടാവുമ്പോൾ ഓയിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ല ഡീപ്പ് ഫ്രൈ ആക്കിയിട്ടാണ് ഞാൻ എടുക്കുന്നത്. ഇത് എയർ ഫ്രൈയിൽ വെച്ചിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് എയർ ഫ്രൈ ആക്കിയിട്ട് എടുക്കാം. ഒരു ക്രിസ്പിനെസ് ആവുന്നത് വരെ ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുത്താൽ മതി. അതുപോലെ തന്നെ ഓയിലായാലും ഒരു ക്രിസ്പിനെസ് വരുന്നത് വരെ ഒന്ന് തീ നല്ലോണം മീഡിയം വെച്ച് കൊടുത്തിട്ട് അങ്ങനെ കോരി മാറ്റാം. പിന്നെ ഇന്നത്തെ ദിവസത്തിൽ എൻ്റെ മോൾക്ക് പനിയായിരുന്നു, അതുകൊണ്ട് വീട്ടിലാണ് അവൾ ബാക്കിയുള്ള പണികളൊക്കെ ചെയ്തിട്ടുള്ളത്. എന്നാൽ എൻ്റെ വീടിൻ്റെ അവൾ വീട്ടിൽ നിന്ന ദിവസം വീട് കളിയാണ് അവൾക്കുള്ളത്. അപ്പോൾ എൻ്റെ വീടിൻ്റെ എല്ലാ യഥാസ്ഥാനങ്ങളൊക്കെ മാറിപ്പോവാറുണ്ട്. അങ്ങനെ പനിയാണെന്ന് വെച്ചാൽ അവൾക്ക് റെസ്റ്റൊന്നുമില്ല, എനിക്ക് നല്ലോണം പനിയാക്കിയിട്ട് തരും. അതാണ് അവളുടെ ഇപ്പോഴത്തെ പരിപാടി. അങ്ങനെ പിന്നെ കുക്കിങ്ങൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയിൽ വന്ന് ഹെൽപ്പിങ്ങൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ഒരാളും കൂടിയാണ് കേട്ടോ. അപ്പോൾ ഇത് എൻ്റെ ഫ്രൈ ഒക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൽ നിന്ന് കോരി മാറ്റാം. അപ്പം ഞാൻ ഏകദേശം ഇത് ഒരാൾക്ക് കഴിക്കുന്ന സോയമേ ഇതിലുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇതിൽ നിന്ന് ഞങ്ങൾ 5 പേരായിരുന്നു കേട്ടോ ഡിവൈഡ് ആക്കിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇതിൽ നിന്നെല്ലാം ഞാനിങ്ങനെ കോരി മാറ്റാം. ഇനി ഇതേ അടുപ്പത്ത് ഞാൻ ഈ ഓയിലിനെ എടുത്ത് മാറ്റി കൊടുത്തിട്ട് നമ്മളൊരു വോക്ക് കടായി വെച്ച് കൊടുക്കണം. അപ്പോൾ എൻ്റെ കയ്യിൽ ഒരു നോൺ സ്റ്റിക്ക് സ്റ്റീൽ പാത്രത്തിലോട്ട് നോൺ സ്റ്റിക്ക് കോട്ടിംഗ് ആയിട്ടുള്ള ഒരു വോക്ക് കടായി ഉണ്ട്. അപ്പോൾ ഞാൻ അതാണ് വെച്ച് കൊടുക്കുന്നത്. ഇതിലോട്ട് ഇപ്പം ഞാൻ സോയ ഫ്രൈ ആക്കിയിട്ടുണ്ടായിരുന്ന അതേ ഓയിലിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ ഓയിൽ എടുത്ത് കൊടുക്കുന്നുണ്ട്. അത് ഒഴിച്ച് കൊടുത്തിട്ട് അതിലോട്ട് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് അതൊന്ന് ഫ്രൈ ആക്കുക. എന്നിട്ട് എല്ലാം ഉള്ളി, തക്കാളി, ക്യാപ്സിക്കം ഇതെല്ലാം ഒരു ക്യൂബ് കട്ടിങ്ങിൽ ആക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് വെറും ക്യാപ്സിക്കം കൊണ്ട് ഉണ്ടാക്കാം, പക്ഷേ ഞാനൊരു നല്ല കളർഫുള്ളായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. വൈറ്റ്, റെഡ്, ഗ്രീൻ ഇങ്ങനെ ബെൽ പെപ്പറാണെന്ന് വിചാരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ 3ഉം കൂടി ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലോട്ട് 1 ടേബിൾ സ്പൂണ് സോയ സോസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂണ് ഹോട്ട് ചില്ലി സോസും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവറിലോട്ട് 2 ടേബിൾ സ്പൂണ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒരു സ്ലറി ആക്കിയിട്ടുണ്ട്. എന്നിട്ട് ഇതിലോട്ട് ഒരു 1/2 കപ്പോളം വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കാം. ജസ്റ്റ് ഇത് അപ്പം തന്നെ കട്ടിയാവും കേട്ടോ. ഇതെല്ലാം കൂടി മിക്സ് ആക്കാം. എന്നിട്ട് ഇതിലോട്ട് ഞാൻ പെപ്പർ പൊടിയാണ് കേട്ടോ ആഡ് ആക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നിട്ടുണ്ടെങ്കിൽ ഗ്രീൻ ചില്ലിയോ റെഡ് ചില്ലി പൗഡറോ ഏത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ പെപ്പർ പൊടിയിലാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. അങ്ങനെ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി കഴിഞ്ഞിട്ട് നമ്മൾ ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള സോയ ചങ്ക്സ് ഇല്ലേ അതും കൂടി ആഡ് ആക്കുന്നുണ്ട്. എന്നിട്ട് തീ നല്ലോണം കൂട്ടി വെക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്യുന്നത് പോലെ ഒന്ന് ഫ്രൈ ആക്കിയാൽ മതി കേട്ടോ. ഇതിലുള്ള വെജിറ്റബിൾസ് ഒന്നും കുക്കാവേണ്ട ആവശ്യമില്ല കേട്ടോ. ആ ക്രിസ്പിനെസ്സിൽ തന്നെ ഈ സോയ കിട്ടണം. അതാണ് ചില്ലിയുടെ ഒരു കറക്റ്റായ ടെക്സ്ചറും കൂടിയാണ്. എന്നിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക. അതിനുശേഷം തീ നല്ലോണം കുറച്ച് വെക്കുക, കാരണം ഇത് ചൂടോട് കഴിക്കണം കേട്ടോ. അങ്ങനെ ചൂടോടെ കഴിക്കാൻ വേണ്ടിയിട്ട് തീ നല്ലോണം കുറച്ച് വെച്ചത് ഞാൻ അടിക്ക് പിടിക്കാതിരിക്കട്ടെ എന്നിട്ട് വിചാരിച്ചിട്ട് എന്നെ കുക്കാവാനും പാടില്ല. അതുകൊണ്ട് ഞാൻ തീ നല്ലോണം കുറച്ച് വെച്ചിട്ടില്ല. ഞാൻ സ്പ്രിംഗ് ഓണിയനും കട്ടാക്കാനാണ് പോയത് കേട്ടോ. അങ്ങനെ സ്പ്രിംഗ് ഓണിയനും ഗ്രീൻ ചില്ലി ആണെങ്കിൽ നീളത്തിൽ ഇങ്ങനെ അരിഞ്ഞിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതിന് കടിക്കും ആർക്കും കുട്ടികൾക്ക് കിട്ടാതിരിക്കാനും കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കുക. ഇപ്പോൾ നല്ല ചൂടോടുണ്ട് കേട്ടോ. എന്നിട്ട് തീ ഓഫ് ആക്കാം. ഇനിയിപ്പോൾ പ്ലേറ്റിംഗ് ആക്കുക, അത്രയേ ഉള്ളൂ. ഇതിപ്പോൾ ഏകദേശം 1 പ്ലേറ്റേ ആയിട്ടുള്ളൂ, അത്രേ ആയിട്ടുള്ളൂ. ഇതിപ്പോൾ ഏകദേശം 1 പ്ലേറ്റിന് ഇവിടെ 185, 165 അങ്ങനെ എന്തോ ഉണ്ട് കേട്ടോ. അത്രയും ക്വാണ്ടിറ്റിയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇനി പുറത്ത് പോയിട്ട് നമ്മൾ അത്രയും കൊടുത്തിട്ട് നമുക്ക് ഇത്രയും കിട്ടുകയാണെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഉണ്ടാക്കിയിട്ട് കഴിക്കാൻ പറ്റും അല്ലേ.
അപ്പോൾ എന്തായാലും ഞാനിവിടെ വൈൻഡ് അപ്പ് ആക്കാം. നിങ്ങൾക്ക് എൻ്റെ ചാനൽസൊക്കെ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ആക്കാനും ലൈക്ക് ആക്കാനും മറക്കല്ലേ. അങ്ങനത്തെ അടിപൊളിയായിട്ട് വിചാരിച്ചതിനേക്കാളും എത്രയോ ടേസ്റ്റാണ്, എത്രയോ ക്രിസ്പിനെസ് ആയിട്ടുള്ള ഒരു സോയ ചില്ലിയാണ് കേട്ടോ ഇത്. വീട്ടിൽ തന്നെ ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. ആദ്യമായിട്ട് ഉണ്ടായിട്ടുണ്ടെങ്കിലും ഫസ്റ്റായിട്ട് തന്നെ 100% കിട്ടിയിട്ടുള്ള ഒരു മാർക്കും കൂടിയാണ് കേട്ടോ ഇതിലുള്ളത്. അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ആക്കി നോക്കാം. എന്നിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കാം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വേറെ വിശേഷങ്ങളൊന്നുമില്ല. നെക്സ്റ്റ് നമുക്ക് വിശേഷങ്ങളുമായിട്ട് കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ.